സിനിമയിൽ റീടേക്സ് ഉണ്ട്, പക്ഷെ സ്പോർട്സിലേക്ക് വരുമ്പോൾ റീടേക്സ് ഇല്ല. അന്ന് ധോനി മുടിയൊക്കെ വളർത്തി മറ്റേ ഒരു ബ്ലോണ്ട് കളറൊക്കെ ചെയ്തിട്ട് വരുന്നവരുണ്ട്. ഏതാ പയ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. ടീമിന് വേണ്ടി ഫസ്റ്റ് ഫോർ അടിച്ചത് ഞാനാണ്, സച്ചിൻ. നമ്മുടെ അവിടെ ഈ അസുദ്ദീൻ്റെ പോലെ ബാറ്റ് ചെയ്യുന്ന ടീമാണ്, കോളറൊക്കെ ഇട്ടിട്ട് അതുപോലെ കളിക്കുന്ന ടീമുണ്ടായിരുന്നു. ആ പേരെനിക്ക് ഭയങ്കര ഗബ്രിയൽ ബാറ്റിസ്റ്റ്യൂട്ട എന്നുള്ളൊരു പേര് എനിക്ക് ഭയങ്കര തരുന്ന. പുള്ളി ഉഗ്രം പ്ലെയറാണ്. സെലക്ഷനൊക്കെ തരുന്നത് കോർക്ക് ബോളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് പുട്ടൊക്കെ പോലെയായിരുന്നു നമുക്ക് ആ ബോള്. ആദ്യം ഗ്രൗണ്ടാണ്, ഇപ്പോഴും അത് തന്നെയാണ്. ആദ്യം ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സും അങ്ങനത്തെ പരിപാടികളാണ്. പഠിത്തം അത് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്നെ സ്ലിപ്പിലാണ് നിർത്തുക. അപ്പോൾ പുല്ലൊക്കെ ഉണ്ട്, ഞാൻ ഡൈവ് ചെയ്ത് ക്യാച്ച് എടുക്കുന്ന പരിപാടിയൊക്കെ. ജോണ്ടി റോഡ്സ് കളിച്ചുകൊണ്ടിരുന്നത്. അന്ന് ജോണ്ടി റോഡ്സ് ഒക്കെ ഭയങ്കര തരുന്നത്, ചാടി പിടിക്കുന്നവർ. മെസ്സിക്ക് വേണ്ടിയിട്ട് ലോകകപ്പ് ഹെലികോപ്റ്റർ ഷോട്ടൊന്നും ഞാൻ തിരിച്ചിട്ടില്ല. ഒന്നാമത് ബാറ്റിൽ ബോൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊള്ളണേ എന്നുള്ള പരിപാടി. എനിക്ക് എൻ്റെ സ്കൂളിലാണ് ശ്രീശാന്ത് പഠിച്ചത്. ഈ വാഴയുടെ ഇടയിൽ കൂടിയൊക്കെ ഫോർ അടിക്കുന്ന ആൾക്കാർ. പുള്ളിയുടെ പ്രത്യേക ഒരു ആക്ഷൻ ആയിരുന്നല്ലോ. വന്ന് ഇങ്ങനെ ഓടി വരും, എന്നിട്ട് കൈ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ അറിയുന്ന പരിപാടി, ഇങ്ങനെ അറിയാം. ആകെ സച്ചിൻ ബേബിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സഞ്ജു സാംസണെ പോലും ഞാൻ കണ്ടിട്ടില്ല. നമസ്കാരം. റിപ്പോർട്ടർ സ്പോർട്സിൽ ഇന്ന് നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് സിജു വിൽസൺ ആണ്. നമസ്കാരം. നമസ്കാരം. സ്പോർട്സും സിനിമയും തമ്മിൽ എനിക്ക് പല ബന്ധങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. സിജുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? രണ്ടൊരു ടീം പ്ലേ ആണ്. കാരണം സ്പോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്പോർട്സും അല്ല, ക്രിക്കറ്റ്, ഫുട്ബോൾ ഇതൊക്കെ ഒരു ടീം പ്ലേ ആണല്ലോ. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ടീം പ്ലേ ആണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ടുണ്ടാക്കുന്നതാണ് സിനിമ. അത് മാത്രമല്ല, കളിയുടെ ചില മത്സരങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ, ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങൾ, അവസാന ദിവസം ടെസ്റ്റ്, ഇപ്പോൾ കഴിഞ്ഞ ടെസ്റ്റ് മത്സരങ്ങളാണെങ്കിൽ അവസാന ദിവസവും ഒരു ആവേശമുണ്ട്. പിന്നെ ബോള് വൈകിപ്പിക്കുന്നു, പന്തറിയാൻ വൈകിപ്പിക്കുന്നു, ഡേ ലൈറ്റ് ടെസ്റ്റ് മത്സരങ്ങൾ. അപ്പോൾ അതൊരു ത്രില്ലിംഗ് മൊമെന്റ്സ് ആണ്. സിനിമയിലും അതുപോലുള്ള മൊമെന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതായത് പ്രകൃതിയും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ചിലപ്പോൾ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും. അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മളൊക്കെ സാധാരണ ചെയ്യാൻ പുറത്തൊരു സീനാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറും. അകത്ത് കയറിയിട്ടുള്ള മഴ എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള സീൻസ് ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡേ ലൈറ്റ് പോകുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തെ ദിവസത്തേക്ക് മാറ്റി വെക്കും. അല്ല, ആകെ ഒരു ടീം പ്ലേ ആണെന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ റീടേക്സ് ഉണ്ട്, പക്ഷെ സ്പോർട്സിലേക്ക് വരുമ്പോൾ റീടേക്സ് ഇല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതൊരു ഫാക്ടറാണ്. അതുകൊണ്ട് എന്താ പറയുക, ഇതാണ് മെയിൻ വ്യത്യാസം. ടീം പ്ലേ ഉണ്ട്, റീടേക്സ് എന്ന് പറയുന്ന പരിപാടിയില്ല. റീപ്ലേസ് ഉണ്ട്. സിനിമയിലുണ്ട് റീപ്ലേസ്. നമുക്ക് റീപ്ലേ ചെയ്ത്, പണ്ടൊന്നും ആ ഒരു ഇതുണ്ടായിരുന്നില്ല സിനിമയിൽ. റീപ്ലേ ചെയ്ത് കാണുന്ന പരിപാടി, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മോണിറ്ററിൽ കാണുന്ന പരിപാടിയൊന്നും പണ്ടില്ലല്ലോ ഫിലിമിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ക്യാമറമാനും ഡയറക്ടറും, അല്ലെങ്കിൽ ക്യാമറമാനാണ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, അത്രയാണ്. അങ്ങനെയൊക്കെ. അതുപോലെ നമ്മളിപ്പോൾ സ്പോർട്സുമായി ഇപ്പം ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയുള്ള സംഭവം. അപ്പം നമ്മുടെയൊക്കെ ഒരു രീതി എന്നുള്ളത്, നമ്മളിടക്ക് ചിലപ്പോൾ ഷൂട്ടിങ്ങിനിടക്ക് സമയം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഇന്ത്യയുടെ മാച്ച് ഉണ്ടെങ്കിൽ ഒന്ന് ക്രിക്ക് ബസ് അല്ലെങ്കിൽ ക്രിക്ക് ഇൻഫോ അതൊക്കെ നോക്കിയിട്ട് സ്കോർ നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, ഫോണിൽ അത്രയും ആപ്പുകളിൽ അപ്ഡേറ്റഡ് അല്ല. ഞാൻ എന്തെങ്കിലും ഇപ്പോൾ പ്ലേ അല്ലെങ്കിൽ ഗെയിം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ നടക്കുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് കളി കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അതാണ് വരുമാന മാർഗം ആയതുകൊണ്ടും ക്രിക്കറ്റ് കളിക്കാർക്കും ഫുട്ബോൾ കളിക്കാർക്കും അവർക്ക് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും. ഞങ്ങൾക്ക് അഭിനയിക്കാൻ പോയി കഴിഞ്ഞാലേ പൈസ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് കിട്ടുന്ന സമയം കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. 90 കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാലത്ത് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കളി എല്ലായ്പ്പോഴും ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഒരു കാലം. ഇന്ത്യ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും, ഫുട്ബോൾ ലോകകപ്പൊക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആദ്യത്തെ ഇങ്ങനെ ടി വിയിൽ കണ്ട ഏതെങ്കിലും കളി ഓർമ്മകൾ മനസ്സിലുണ്ടോ? എനിക്ക് ഷാർജ ടൂർണമെൻ്റാണ് കണ്ടായിട്ട് എൻ്റെ ഇപ്പോഴും ഓർമ്മയിലുള്ളത്. സച്ചിൻ ഗാംഗുലി പരിപാടി, അതിൻ്റെ ഫൈനലൊക്കെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ. അതെൻ്റെ ഞാൻ വെക്കേഷൻ ടൈമിലായിരുന്നു, എൻ്റെ മമ്മിയുടെ വീട്ടിലായിരുന്നു. എൻ്റെ മമ്മിയുടെ വീട് ഇടക്കൊച്ചിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ടി വി ഉണ്ട്. അവിടെ അങ്കിൾമാരുടെ കൂടെ ഇരുന്ന് കളിയുണ്ട്. സച്ചിന്റെ സെമിയിലും ഫൈനലിലും 2 സെഞ്ചുറി. അതെ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഏകദേശം ഒരു ഓർമ്മയൊക്കെ ഉള്ളൂ. അത് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതെ, ക്രിക്കറ്റിൽ. പിന്നെ ഫുട്ബോള് ഈ പറയുന്ന പോലെ അത്യാവശ്യം എല്ലാ
വേൾഡ് കപ്സും കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ എന്താ പറയുക മാഞ്ചസ്റ്റർ യുണൈറ്റഡും അങ്ങനത്തെ ക്ലബിൻ്റെ മാച്ചസ് ഒന്നും അധികം ഫോളോ ചെയ്യാറില്ല. പക്ഷെ വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് പോലും കുത്തിയിരുന്ന് കണ്ടതാണ്. ഏതാ ഫുട്ബോളിൽ ഏതാ ഇഷ്ട ടീം? അർജന്റീന. അതെ, എൻ്റെ ഫാദർ അർജന്റീന ഫാനായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റ് ഗെയിം എനിക്ക് കണ്ട ഓർമ്മ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടേക്കുള്ള ഗെയിം കണ്ടതായിട്ട് 98 ആയിരിക്കും. എനിക്ക് വർഷവും ഇതൊക്കെ ഓർത്തിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഹിസ്റ്ററി ഇതിലൊക്കെ ഭയങ്കര തോൽവിയായിരുന്നു പഠിക്കുന്ന സമയത്ത്. ആ പേരെനിക്ക് ഭയങ്കര ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട എന്നുള്ളൊരു പേര് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പുള്ളി ഉഗ്രം പ്ലെയർ ആയിരുന്നു, സ്റ്റോപ്പർ ബാക്കും അങ്ങനത്തെ അതായിരുന്നു. അതെ അതെ അതായിരുന്നു. നല്ല മുടിയും ഇതൊക്കെ നല്ല ചുള്ളനായിരുന്നു. മറഡോണ എന്നുള്ള പേര് കേട്ടതിന് ശേഷം എനിക്ക് ആ പേരായിരുന്നു. ഇപ്പം മെസ്സി. അർജന്റീന പലപ്പോഴും മലയാളികൾ നമ്മൾ കൂടുതലും ബ്രസീൽ ഫാൻസ് അല്ലെങ്കിൽ അർജന്റീന ഫാൻസ് ആ രീതിയിലാണ്. പക്ഷെ കൂടുതലും അർജന്റീന എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? അത് എനിക്ക് അറിയില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. എൻ്റെ പേഴ്സണൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അങ്കിൾമാരും അതുപോലെ തന്നെ എൻ്റെ ഫാദറൊക്കെ അവർ കളി കാണുന്ന സമയത്ത് അവർ ഈ പറയുന്ന പോലെ അർജന്റീന ഫാൻസ് ആയിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് പാരമ്പര്യമായിട്ട് പകർന്നു വന്ന പരിപാടിയായിട്ട് തോന്നുന്നു. പിന്നെ മറഡോണയുടെ കളി ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ മറഡോണ എന്ന് പറയുന്ന ഒരു ഐക്കൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേരായിരുന്നല്ലോ ആ ടൈമിൽ. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അർജന്റീന ബ്രസീൽ അതായിരുന്നു കൂടുതലും ആൾക്കാർ ഫാൻ ഫോളോയിങ് അതായിരുന്നു കൂടുതലും. അർജന്റീന ഫാൻസ് എനിക്ക് തോന്നുന്ന മറഡോണയുടെ കാലത്ത് ലോകകപ്പ് കിട്ടിയതിനു ശേഷം അവസാനം 2022 ഖത്തർ ലോകകപ്പിലാണ് അതിന്റെ ഇടയ്ക്ക് മെസ്സിക്ക് വേണ്ടിയിട്ട് ലോകകപ്പ് ഒരുപാട് ട്രോളുകളിലൂടെ ഒക്കെ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, കടന്നുപോയിട്ടുണ്ട്. ബാറ്റിസ്റ്റൂട്ടയ്ക്ക് ശേഷം റിക്കൽമി വന്നു, പലരും വന്നു, പക്ഷെ കപ്പ് കിട്ടിയില്ല. അവസാനം 2022 വേണ്ടിയിരുന്നു. അപ്പോൾ എന്ത് തോന്നി? ഒരു അർജന്റീന സന്തോഷം തോന്നി. ഞാനത് ഫൈനൽ കാണുന്നത് വർക്കലയിൽ വെച്ചിട്ടാണ്. അന്ന് നമ്മൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, പടത്തിൻ്റെ പേര് ഭൂതം എന്നാണ്. ഞങ്ങൾ ആക്ച്വലി IFFKയിൽ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ IFFK അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാറുണ്ട്. ഇപ്പോൾ റഹ്മാൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. വാസന്തി എന്ന് പറയുന്ന അവാർഡ് കിട്ടിയ ശ്വാസികയ്ക്കും എനിക്കും എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനായിരുന്നു. അങ്ങനെ അവാർഡ് കിട്ടിയ മൂവിയാണ് വാസന്തി. റഹ്മാൻ ബ്രദേഴ്സ് എൻ്റെ സുഹൃത്തുക്കളാണ്. അതിൽ ഷിനോസ് റഹ്മാൻ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച ആളാണ്. മുകേഷ് മുരളീധരനുണ്ട്, സിനിമാറ്റോഗ്രാഫർ. ഉയരെ, ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള, വരണ ആവശ്യമുണ്ട്, ഇതിൻ്റെയൊക്കെ സിനിമാറ്റോഗ്രാഫർ. ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ IFFKക്ക് പോകാറുണ്ട്. ഇവരിലൂടെയാണ് ഞാൻ കുറച്ചുകൂടി ഇൻ്റർനാഷണൽ മൂവീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിചിതമാകുന്നത്. അല്ലെങ്കിൽ ഓഫ് ബീറ്റ് മൂവീസും അല്ലെങ്കിൽ അങ്ങനത്തെ IFFKയിലൊക്കെ വരുന്ന മൂവീസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇവരിലൂടെയാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ IFFK ഞാൻ വാസന്തിയുടെ ടൈമിലാണ് ആദ്യമായിട്ട്. വാസന്തി ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് IFFKക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് IFFKക്ക് അയച്ചിട്ട് സെലക്ട് ആയില്ല അവിടെ. അപ്പോൾ നമ്മൾ അത്രയും പ്രിയപ്പെട്ടൊരു സിനിമയായിരുന്നു. അപ്പോൾ അത് സെലക്ട് ആയില്ല. അപ്പോൾ സെലക്ട് ആയി എന്തുകൊണ്ടായിരിക്കും സെലക്ട് ആവാത്തതെന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും. ഓക്കെ, അങ്ങനെ നമ്മളത് വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പല പല ഫെസ്റ്റിവൽസിന് അയച്ചു. ജയ്പൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ അയച്ചു. അവിടെയൊക്കെ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 2019 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, 50th കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് വാസന്തിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഇയർ നമ്മൾക്കിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന മൂവീസ് IFFKയിൽ കലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പ്ലേ ചെയ്യണം, അവിടെ സ്ക്രീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഇതിൽ IFFKയിൽ അയച്ചിട്ട് സെലക്ട് ചെയ്യാത്ത മൂവി നെക്സ്റ്റ് ഇയർ അവിടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് എന്താ പറയുക, രാജകീയമായിട്ടൊരു മാസ്, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. നെക്സ്റ്റ് IFFKയിൽ അവിടെ സ്ക്രീൻ ചെയ്തത് നല്ല ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ മൂവിയായിരുന്നു. അപ്പം അന്നോട്ട് ഞാൻ ഈ IFFK ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ IFFK അറ്റൻഡ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രം പോകാറുണ്ട്. അങ്ങനെ 2022 IFFK അറ്റൻഡ് ചെയ്ത് അന്ന് 19ാം നൂറ്റാണ്ട് ഇറങ്ങിയേക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. ഹൈദരാബാദ് പോകുന്നുണ്ട്, ഇവിടെ മൂവി നടക്കുന്നുണ്ട്, എൻ്റെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറ്റുന്ന സമയത്തൊക്കെ പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ചു പോരുന്ന സമയത്ത് ഞാനുണ്ട്, ഷിനോസ് റഹ്മാൻ, സജാസ് റഹ്മാൻ, ഇവർ ബ്രദേഴ്സാണ്. ഇവർ രണ്ടുപേരുണ്ട്. അപ്പോൾ റഹ്മാൻ ബ്രദേഴ്സ് ഇവർ രണ്ടും ചേട്ടനനിയന്മാരാണ്. മുകേഷ് മുരളീധരനുണ്ട്, ജസ്റ്റിൻ ജോൺ ഉണ്ട്, ആക്ടറാണ്, ഹാപ്പി വെഡ്ഡിങ്ങിൽ അഭിനയിച്ചത്. അപ്പം ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് എനിക്ക് വർക്കലയിൽ കയറാം. ഞാൻ ഇതൊരു വർക്കലയിൽ പോയിട്ടില്ല. വർക്കലയിൽ കയറിയിട്ട് സൺസെറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ പോവാണ്. അതങ്ങനെ
വർക്കലയിൽ കയറുന്നു. അപ്പോൾ അവിടെ കയറി നമ്മൾ ഒരു മൂവി ഹാങ് ഓവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നതാണ്. കാരണം ഇത്ര മൂവീസ് അല്ലെങ്കിൽ ഒരു മൂവി വെക്കേഷൻ പോലെ IFFK അറ്റൻഡ് ചെയ്തിട്ട് കുറേ മൂവീസ് ഉണ്ട് ഇങ്ങനെ ഹാങ് ഓവറിൽ വന്നേക്ക്. അപ്പോൾ ഞങ്ങളവിടെ ഒരു ഡാർജിലിംഗ് കഫേ എന്നുണ്ട് കഫേയിൽ പോയിരുന്നു. അവിടെ പോയിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സംസാരിച്ച് 2 ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂവി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു മൂവി ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പം ചെയ്യാൻ തുടങ്ങിയ മൂവിയാണ് ഭൂതം എന്ന് പറയുന്ന സിനിമ. ലൈക്ക് വെരി പ്യുവർലി എന്താ പറയുക, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജസ്റ്റിൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെ ഫോണിൽ ഷൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ്, അത് നമ്മൾ വെള്ളിയാഴ്ച ഈവനിങ് വർക്കലയിലെത്തുന്നു. അന്ന് രാത്രി മൂവി ഷൂട്ട് തുടങ്ങാമെന്നുണ്ട്. കണ്ടന്റൊന്നുമില്ല, കോണ്ടന്റ് ഒന്നുമില്ല, ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ 5 മണി തൊട്ട് നമ്മൾ കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞ് റൂമെടുത്ത് അജയൻ ചാലിശ്ശേരി, അജയൻ ചേട്ടൻ അവിടെ വർക്കലയിലുണ്ട്. അപ്പോൾ അജയൻ ചേട്ടൻ്റെ പരിചയത്തിലുള്ളൊരു സുഹൃത്തിൻ്റെ കഫേ അവിടെ ഉണ്ട്. അപ്പോൾ അജയൻ ചേട്ടനെ ഞാൻ വിളിച്ചു. അപ്പോൾ 19 മിനിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കും. അജയൻ ചേട്ടനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ചേട്ടൻ എവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. പിന്നെ വർക്കലയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു നമുക്ക്, ഞാൻ പറഞ്ഞിങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, നമ്മളൊരു മൂവി ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ആണോ എന്ത്? പുള്ളി 19-ാം നൂറ്റാണ്ട്, ഞാനും 19-ാം നൂറ്റാണ്ട് ഗംഭീര സിനിമ ചെയ്തിട്ട് അത്രയും ആർട്ട് വർക്കും പരിപാടിയൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങളൊരു സിനിമ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് കളി സിനിമയോ? ഓക്കെ, ഒരു സംശയത്തോടു കൂടി ഓക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് സഹായങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ റൂമെടുത്തു. അങ്ങനെ നമ്മൾ റൂമിൽ പോയി 2 റൂമെടുത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. കിടന്നുറങ്ങിയിട്ട് രാവിലെ ഷൂട്ടിന് പോകാം. ഞങ്ങൾ രാവിലെ 5 മണി തൊട്ട് ആ ബീച്ചിൽ പോയി ഷൂട്ട് ചെയ്ത് തുടങ്ങി. എന്തൊക്കെയോ എടുക്കുന്നു. ഒരു 2-3 ദിവസം അവിടെ ഷൂട്ട് ചെയ്തു. അവിടെ കുറച്ച് ഫോറിനേഴ്സിനൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യിച്ചു. ഞാൻ തന്നെയാണ് പോയി സംസാരിക്കുന്നത്, ഞാൻ തന്നെയാണ് കൺട്രോൾ. ഞങ്ങളെല്ലാവരും എല്ലാ പണിയും ചെയ്തിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു സിനിമ. ആ ഫോൺ ഒരു ഏകദേശം നമ്മൾ എനിക്ക് തോന്നുന്നു 14 മണിക്കൂർ അടുത്തങ്ങാണ്ട് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. 14 മണിക്കൂർ അടുത്ത് ഫൂട്ടേജ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്നൊരു സിനിമ ആക്കി എടുത്തു നമ്മൾ. അപ്പോൾ അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫൈനൽ നടക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഈ ഷൂട്ടിൻ്റെ അതെ ഫൈനൽ. അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് അവിടെ വലിയ സ്ക്രീനിൽ കാണാവുന്ന രീതിയിൽ അവിടെ ഒരു റെസ്റ്റോ ബാറിൽ പോയി നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതും ഷൂട്ട് ചെയ്തു നമ്മൾ. അതും സിനിമയിലുണ്ട്. അത് മെസ്സി കപ്പ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക മൊമെന്റ് ഒക്കെ അയ്യോ ഭയങ്കര ഇതായിരുന്നല്ലോ. ലൈക്ക് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നല്ലോ. എന്താ പറയാ, അതെ അങ്ങനത്തെ പരിപാടിയാണല്ലോ. പെനാൽറ്റി ഷൂട്ട് ഔട്ട് അങ്ങനത്തെ പരിപാടിയിലേക്ക് പോയിട്ട് ലൈക്ക് ഹോൾ അവിടെ കംപ്ലീറ്റ് ക്രൗഡായിരുന്നു, ഫുള്ളായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഓളായിരുന്നു. അതായത് ആരടിക്കുന്നുള്ളൊരു സാധനമൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ ഖത്തർ ലോകകപ്പിനെ ഈ ഓർമ്മയായിട്ട് സിനിമയായിട്ട് കണക്ട് ചെയ്തു. അതുപോലെ നമ്മുടെ ഇപ്പം ഈ സംഭവം നടന്ന സമയത്തായിരുന്നു അന്ന് സച്ചിൻ ഡബിൾ അടിച്ചത്, അല്ലെങ്കിൽ അന്നായിരുന്നു 2003 ലോകകപ്പ് സംഭവിച്ചത്. അങ്ങനെ ചില ഓർമ്മകൾ ചിലപ്പോൾ നമ്മൾ കളിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഓർക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവില്ല. 2011 വൺ ഡേ വേൾഡ് കപ്പ്. യെസ്, സച്ചിന് വേണ്ടിയിട്ട് കപ്പടിച്ച പരിപാടി. ആ സമയത്ത് എവിടെയായിരുന്നു? ആ സമയത്ത് ആലുവയിലായിരുന്നു. ഞാനുണ്ട്, കിച്ചുണ്ട്, ഷറഫുണ്ട്, ശബരിയുണ്ട്. ഞങ്ങളെല്ലാം റൂം എടുത്തിട്ട്, പിന്നെ നമ്മുടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, ആലുവയിലെ ഫ്രണ്ട്സ് ഉണ്ട്, കിച്ചുവിൻ്റെ ഫ്രണ്ട്സ്, വിജിൽ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം റൂം എടുത്തിട്ട് കളി കാണുമായിരുന്നു. കളി കണ്ട് വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈക്ക് എടുത്തിട്ട് എല്ലാവരും ആലുവ ടൗണിൽ കൂടിയൊക്കെ എല്ലായിടത്തും ആഘോഷമായിരുന്നു. നമ്മൾ നമ്മുടെ ആലുവ ടൗണിൽ കൂടി ബൈക്കൊക്കെ ഓടിച്ചിട്ട് എല്ലാവരും ഭയങ്കര ഓളം നൈറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ ഓളം ഒച്ചയും ബഹളവും ഭയങ്കര ഹാപ്പി ആയിട്ട്. അത് ഭയങ്കര ഓർമ്മയാണ്. കളി കാണാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താണ്. അതെ അതെ, അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. 2011 എന്ന് പറയുമ്പോൾ എല്ലാവരും തിരക്കുകളിലേക്ക് കയറിയുള്ള സിനിമയിലേക്ക് വന്നിട്ടില്ല. 2012 എല്ലാവരും. അതെ, 2010 ഞാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ ടീമിലെല്ലാവരും 2012 നേരത്തോടു കൂടിയാണ് എല്ലാവരും എത്തുന്നത്. 2010 ഞാൻ സിനിമയിലെത്തിയിട്ടുണ്ട്. സെവാഗ് ഫസ്റ്റ് ഓവറിൽ പോയി, സച്ചിനും പോയി. അതെ അതെ, പക്ഷെ അതും ഈ ഫൈനൽസ് ഒക്കെ ചില സമയത്ത് നമ്മൾ എന്താ പറയുക ഭയങ്കര മൊമെന്റിലേക്ക് കൊണ്ടുപോകുന്ന ചില ഫൈനൽസ് ഒക്കെ ഉണ്ട്. ധോണിയുടെ 6 ഒക്കെ പിന്നെ ഓർമ്മയുണ്ട്. ധോണിയുടെ ഒക്കെ 6 ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്
ഹോസ്റ്റലിൽ അന്ന് ധോനി മുടിയൊക്കെ വളർത്തി മറ്റേ ഒരു ബ്ലോൺ കളറൊക്കെ ചെയ്തിട്ട് വരുന്നവർ ഇത് ഏതാ പയ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നത്. എൻ്റെ ഹോസ്റ്റലിലൊന്നും TV ഒന്നുമില്ല, പക്ഷെ നമ്മുടെ കൂടുള്ളവന്മാരൊക്കെ ചെറിയ TV കിട്ടുന്നു. ഞാൻ ബാംഗ്ലൂർ പഠിച്ചത്, ചെറിയ സാധനം TV കിട്ടും. ആ TV നമ്മുടെ ഹോസ്റ്റലിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ കേബിളിൻ്റെ മറ്റേ ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ മേളിൽ കേബിളിൻ്റെ വയറുണ്ട്, അത് മറ്റേ ചരണ്ടി അതിനകത്ത് കൊളുത്തിയിട്ടിട്ട് സിനിമ കാണും. സൗണ്ടൊക്കെ വളരെ കുറച്ച് വെച്ചിട്ട് എല്ലാവരും ഈ റൂമിലുണ്ടാവും. 6 ഒക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആവേശം ഒച്ചെടുക്കാൻ പറ്റും. പക്ഷേ മോഡേണും പരിപാടിയൊക്കെ ഉണ്ട്, ഭയങ്കര സൗണ്ട്. ചിലന്മാരൊക്കെ കയ്യിൽ നിന്ന് പോകും, ഒരു വായൊക്കെ പൊതുമുണ്ട്. അത് ഓർമ്മയുണ്ട്, കാരണം പുള്ളി വന്നിട്ട് പട്ട ചെയ്യുന്ന അടിയായിരുന്നു. അതെ, ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ അടിക്കുന്നത് കാണുന്നത് 6 ആയിരുന്നു ഒരു കളി. നമുക്ക് വിക്കറ്റ് കീപ്പറായിട്ട് അതെ അതെ കീപ്പിംഗ് അടിപൊളി, അതുപോലെ തന്നെ നല്ല ഹിറ്റിംഗ് അടിപൊളി തന്നെ. പുള്ളി വേറെ ഒന്നും നോക്കുന്നില്ല. പിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് അന്നെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഈ പറയുന്ന ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ഉത്തരവാദിത്വം വ്യത്യാസമാണ്. പക്ഷെ അത് പുള്ളി ഹാൻഡിൽ ചെയ്ത് ഭയങ്കര രസമായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ വരെ അത്ര ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ഇല്ല, പക്ഷെ നല്ല ഗ്രഹം ഒന്നും നോക്കാതെ നല്ല അടിയായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നില്ല ടൈമിൽ. നമ്മൾ തന്നെ കളിക്കുന്ന സമയത്ത് ഈ ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ടുകൾ അതൊക്കെ അനുകരിച്ചിരുന്നോ? ഹെലികോപ്റ്റർ ഷോട്ടൊന്നും ഞാൻ അനുകരിച്ചിട്ടില്ല. ഒന്നാമത് ബാറ്റിൽ ബോൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊള്ളണേ എന്നുള്ള പരിപാടി. ഞാനും എനിക്ക് ഭയങ്കര ആവേശമാണ് ക്രിക്കറ്റ് കളിയിലേക്ക് ഇറങ്ങുമ്പോൾ. എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ ജൂനിയേഴ്സ്, ഞങ്ങളവിടെ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ടില്ല കോളേജിന്. കോളേജിന് ഹോസ്പിറ്റൽ പോലും ഇല്ല. അവിടെയാണ് നഴ്സിംഗ് പഠിക്കാൻ പോയത്. അവിടെയാണ് നഴ്സിംഗ് പഠിക്കാൻ പോയത്, അത് ആലോചിക്കണം. ഗ്രൗണ്ടും ഇല്ല. അപ്പോൾ ഈ കോളേജിനടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നമ്മൾ ജൂനിയേഴ്സൊക്കെ ആയിട്ട് എപ്പോഴും കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കന്നഡ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ ഗെയിം മാച്ചൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. അവരുടെ ഈ പറയുന്ന പോലെ അവർ മറ്റേ ഓടി ഒന്ന് കറക്കി ഇറങ്ങുന്ന ഒരു പരിപാടിയൊന്നുമില്ല, ഈ മറ്റേ നിന്നിട്ടെറിയുന്ന പരിപാടിയാണ്. കൈ മടക്കിയിട്ട്, അതായത് ഇവിടെ ലൈക്ക് ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നോൺ സ്ട്രൈക്കർ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇവിടെ ഇങ്ങനെ എറിയുന്ന പരിപാടിയാണ്. അതൊക്കെ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഈ ഭയങ്കര ആവേശം മുതൽ ഞാൻ ഫസ്റ്റ് തന്നെ വരുമ്പോൾ തന്നെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഞാൻ എല്ലാ പരിപാടിയും ഉണ്ട്. കീപ്പർ വരെ നിൽക്കും, എന്ത് പണിയും ചെയ്യുന്നൊക്കെ. ഗ്രൗണ്ടിൽ ഉണ്ടായാൽ മതി, ഫുൾ ടൈം കളിക്കണം എന്നുള്ള. എനിക്ക് കയറിയിരിക്കുന്നത് ഇഷ്ടമല്ല, ഫുൾ ടൈം ഗ്രൗണ്ടിൽ. ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ അങ്ങനെയുള്ള പരിപാടി പറഞ്ഞാലും നോ രക്ഷ, എനിക്ക് ഫുൾ ഗെയിം കളിക്കണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണെങ്കിലും നമ്മൾ. എൻ്റെ വീട്, എൻ്റെ തറവാട് വീട് ഉണ്ടായിരുന്ന ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ. യെസ്, അതായത് ഇപ്പോൾ ഇത് എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രൗണ്ട്, ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ, അങ്ങനെയായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ടാണ്, സ്കൂളല്ല, ഗ്രൗണ്ട് കഴിഞ്ഞിട്ടാണ് സ്കൂൾ. അതുകൊണ്ട് തന്നെ ആദ്യം ഗ്രൗണ്ടാണ്, ഇപ്പോഴും അത് തന്നെയാണ്. ആദ്യം ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സും അങ്ങനത്തെ പരിപാടികളാണ്. പഠിത്തം അത് കഴിഞ്ഞിട്ടുള്ളൂ, സ്കൂൾ അത് കഴിഞ്ഞിട്ടുള്ളൂ, ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫുൾ ടൈം ഗ്രൗണ്ടിലായിരുന്നു ആ ടൈമിൽ. എനിക്ക് എൻ്റെ ബ്രദറാണ് എന്നെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അന്നേ ഈ പറയുന്ന പോലെ ഇവരൊക്കെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഞാൻ എനിക്ക് ഒരു 6-7 ക്ലാസ് തൊട്ട് 6ാം ക്ലാസ്സൊക്കെ തൊട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട് ഗ്രൗണ്ടിൽ. അപ്പം ഞാൻ എന്നെ സ്ലിപ്പിലാണ് നിർത്തുക. ഇപ്പം പുല്ലൊക്കെ ഉണ്ട്, ഞാൻ ഡൈവ് ചെയ്ത് ക്യാച്ച് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ജോണ്ടി റോഡ്സ് ആണ് കളിച്ചോണ്ടിരുന്നത്. അന്ന് ജോണ്ടി റോഡ്സ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു, ചാടി പിടിക്കുന്ന പരിപാടി. ഞാൻ കുഞ്ഞാണോ, ചേട്ടനൊക്കെ ജോണ്ടി റോഡ്സ് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. ജോണ്ടി റോഡ്സ് എഴുതിയായിരുന്നു. അതായത് കുഞ്ഞാണല്ലോ, ആകെ 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഉള്ളൂ ഞാൻ. ഒന്നാമത് ഞാൻ 10ാം ക്ലാസ് വരെ ആകെ, അതായത് അസംബ്ലിയിൽ 3ാമത് നിന്നിരുന്ന ഞാനാണ്. ഷിനു എന്ന് വിളിക്കുന്നത്, ഷിനോസ് റഹ്മാൻ, അതൊക്കെ ഏറ്റവും ബാക്കിലാണ്. അസംബ്ലിയിൽ അങ്ങനെ ഹൈറ്റിന്റെ ഓർഡറിലാണ് അത്ര. അത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. 3ാമതാണ് ഞാൻ നിന്നിരുന്നത്. ഞാൻ +2 ഒക്കെ ആയപ്പോഴാണ് കുറച്ച് ഹൈറ്റ് വെച്ച് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ ചെറുത് 6ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോളിന്റെ അത്രയും പോലും ഉണ്ടാവില്ല. സ്ലിപ്പ് വെക്കുമ്പോൾ ഡൈവ് ചെയ്ത് ക്യാച്ച് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചേട്ടന്മാരാണല്ലോ, എൻ്റെ കസിൻ ചേട്ടനുണ്ട് സുനി എന്ന് പറയുന്നത്. പുള്ളി നല്ല പ്ലെയർ ആയിരുന്നു, ഉഗ്രനായിട്ട് കളിക്കുമായിരുന്നു പുള്ളി. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പ്രൊഫഷനൊക്കെ എടുത്തിട്ട് പുള്ളിക്കൊക്കെ ചിലപ്പോൾ
പോകാൻ പറ്റിയാണ്. അന്നത്തെ കാലത്ത് ഈവൻ ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ പറയുന്നില്ല അതൊക്കെ നടക്കുമോ സാധ്യമാവും എന്നുള്ളൊരു സാധനമായിരുന്നു. അന്ന് അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക കുട്ടികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആണ്. ഇപ്പം എനിക്ക് എൻ്റെ സ്കൂളിലാണ് ശ്രീശാന്ത് പഠിച്ചത്. എനിക്കിപ്പോഴും ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്. എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ അടുത്താണല്ലോ, ഇപ്പോൾ റോഡ് സൈഡ് തന്നെ. അപ്പോൾ നമുക്ക് ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. പപ്പയും മമ്മിയാണ് നടത്തിയിരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നൊക്കെ ഇപ്പോൾ ഇവിടെ വീട്ടിൽ സർവത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട്, കടയാണല്ലോ. അപ്പോൾ അവിടെ ലൈം ജ്യൂസും അങ്ങനത്തെ ചെറിയ സ്നാക്സും അങ്ങനത്തെ പരിപാടി സിപ്പപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്നത് അടിച്ചു മാറ്റി. അപ്പോൾ എനിക്ക് കടയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം ശ്രീശാന്തൊക്കെ നടന്നു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീശാന്തിൻ്റെ അമ്മയുടെ കൂടെ ചെറുപ്പത്തിൽ ബാറ്റും കിറ്റും ഫുള്ളായിട്ട് അന്നേ സ്റ്റാറാണ്. അന്നേ നന്നായിട്ട് കളിക്കും ഇവിടെ. കിറ്റൊക്കെ പിടിച്ചിട്ട് പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഭയങ്കര പാമ്പർ ചെയ്തിട്ടുണ്ടോന്ന്, അതായത് അത്രയും ഫോക്കസ്ഡ് ആക്കിയിട്ടാണ്. ഇപ്പോൾ പാരൻസ് തന്നെ ബോളിങ്ങും എനിക്കൊരു ബാറ്റിൻ്റെ കിറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പുള്ളി നടന്നു പോകുന്നത്, അമ്മയുടെ കൂടെ കൈ പിടിച്ച് നടന്നു പോകുന്നത്. അത്രയും ഫോക്കസ്ഡ് ആക്കിയിട്ട് ആ പാരൻസ് അവരെ ആ ഒരു ടാലൻറ്റ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയതുകൊണ്ടാണ് പുള്ളി ആ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പം എൻ്റെ ബ്രദറിനൊന്നും അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ സ്പോർട്സ് ഒരു കരിയറായിട്ട് എടുക്കാം എന്നുള്ളൊരു വിഷനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ട് പോയിരുന്നത്. അപ്പം എൻ്റെ സ്കൂൾ ഗ്രൗണ്ട് ഭയങ്കര രസമാണ്. ഫസ്റ്റ് ഒരു സ്ക്വയർ പ്ലോട്ട് ഉണ്ട്, അവിടെ ബാസ്കറ്റ് ബോൾ ഉണ്ട് അവിടെ. പക്ഷെ എല്ലാവരും ക്രിക്കറ്റ് കളിക്കും, 2 ഡിവിഷനായിട്ട് ക്രിക്കറ്റ് കളിക്കും. ഇപ്പുറത്തൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഫുട്ബോൾ ഉള്ള സമയത്ത് ക്രിക്കറ്റ് കളിക്കില്ല. ചില സൺഡേസിൽ മാത്രം മാച്ചസും ടൂർണമെന്റ്സും ഒക്കെ നടക്കും. അടുത്തടുത്ത വീടുകളിൽ അല്ലെങ്കിൽ അടുത്തടുത്ത ഗ്രൗണ്ടുകളിൽ കുട്ടികളുണ്ടല്ലോ, എല്ലാ പിള്ളേരുണ്ടല്ലോ, ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർണമെന്റ്സ് നടക്കും. ഇത് കഴിഞ്ഞിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു വാഴത്തോട്ടവും. അത് അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബോൾ ചെയ്യാനുള്ളൊരു ഒരു ഇതുണ്ട്. ഇങ്ങോട്ടേക്കും ഒരു സ്പേസ് ഉണ്ട് ലെഗില്. അതായത് ഇവിടെ ഇല്ല കേട്ടോ, ഇങ്ങനെ വന്നിട്ട് എൽ ഷേപ്പിലാണ് ഇതിരിക്കണേ. അങ്ങോട്ടേക്ക് വാഴത്തോട്ടമാണ് അവിടെ നിൽക്കും. പക്ഷെ വാഴത്തോട്ടമാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് അടിച്ചാലും റണ്ണുണ്ട്. പക്ഷെ ഭയങ്കര രസമാണ്. അത് ഡിക്ലെയർ അല്ല, ഓടിയെടുക്കുന്ന പരിപാടി. 4 ഒക്കെ ഉണ്ട്. ഈ വാഴയുടെ ഇടയിൽ കൂടിയൊക്കെ 4 അടിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചേട്ടനൊക്കെ നന്നായിട്ട് ഓഫ് സൈഡിൽ നന്നായിട്ട് കളിക്കുമായിരുന്നു. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഴത്തോട്ടമുള്ളോ, ബോൾ അടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ വാഴയിലേക്ക് കൊണ്ട് ബോൾ പോയി കാണൂല്ലേ, തപ്പിയെടുക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയിൽ 3-4 കിടന്ന് ഓടും. അങ്ങനത്തെ പരിപാടി ഉണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് നമ്മൾ 2 റണ്ണാണ്, ഒരു മതിലുണ്ട് സ്ട്രെയിറ്റ്. അതുപോലെ തന്നെ ഈ ലെഗിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ കുറച്ച് സ്പേസ് ഉള്ളൂ, ഒരു എൽ സ്പേസ് ആണല്ലോ, ഇങ്ങോട്ടൊന്നും അടിക്കാൻ പറ്റില്ല. ഇതിവിടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവിടെ 6 ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഗ്രൗണ്ട് വെട്ടിമുറിച്ച് കളിച്ച് കൊണ്ടിരുന്ന ആൾക്കാരാണ് അന്ന് എടുത്ത്. ഇപ്പൊ അന്ന് ചിലപ്പോൾ നമ്മളൊരു ദിവസം ഒരു 4 or 6 ഒക്കെ അടിച്ചു. എനിക്ക് ബാറ്റ് പോലും പൊക്കാൻ പറ്റില്ല. ഞാൻ 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് ബാറ്റിങ്ങേ ഉണ്ടാവില്ല ആ സമയത്ത്. ഫീൽഡർ എനിക്കത് മതി, ഞാൻ ഹാപ്പിയാണ്. അതായത് ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരുടെ കൂടെ കളിക്കുകയാണ്. ഡിഗ്രി അതിന് മേളിലുള്ള ആൾക്കാരാണ്, അവരുടെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഹാപ്പിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ. ഭയങ്കര അപ്രീസിയേഷനും പരിപാടികളൊക്കെ കിട്ടുമായിരുന്നു അന്ന്, ഫീൽഡ് ചെയ്യുന്നതിനും പരിപാടികളൊക്കെ. ഇപ്പോൾ എന്താ പറയുക, ക്രിക്കറ്റ് അല്ലെങ്കിൽ അന്ന് ടീം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഫുട്ബോൾ ഉണ്ട്. ഈവനിങ് ഒരു സ്കൂള് കഴിഞ്ഞിട്ട് 5 മണി തൊട്ട് എൻഗേജ്ഡ് ആയിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം യൂസ്ഡ് ആണ്. ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഇതൊക്കെ ഉണ്ട്. അന്ന് ആരെങ്കിലും അനുകരിച്ചിരുന്നു? ഇപ്പൊ നമ്മളിപ്പം ആ സമയത്ത് ഇപ്പൊ ജോണ്ടി റോഡ്സിന്റെ കാര്യം തന്നെ പറഞ്ഞു, എവിടെ പന്തരും ചാടി ഡൈവ് ചെയ്ത് പിടിക്കുന്നവരും, അല്ലെങ്കിൽ സച്ചിന്റെ സ്ട്രൈറ്റ് ഡ്രൈവ്, അങ്ങനെ കുറെ പേരുണ്ടല്ലോ ബോൾ ചെയ്യാൻ. അങ്ങനെ കുറെ പേര്. ഞാൻ ഷോയബ് അക്തർ, പുള്ളിയുടെ പ്രത്യേക ഒരു ആക്ഷൻ ആയിരുന്നല്ലോ. വന്ന് ഇങ്ങനെ ഓടി വരും, എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ അറിയുന്ന പരിപാടി, ഇങ്ങനെ അറിയാം. എല്ലാം യോക്കർ പരിപാടികളായിരിക്കും. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലൈൻ ആൻഡ് ലെങ്ത് ഒന്നും കറക്റ്റ് ആവില്ലല്ലോ, തോട്ടി പോവും. ആന വൈഡൊക്കെ എനിക്ക് അറിയുന്നത്. പിന്നെ ഹെൻറി ഒലോങ്ങ, അതന്നെ ഉഗ്രം ബോളറായിരുന്നു. പിന്നെ ആ മാച്ചൊക്കെ ഓർമ്മയുണ്ട്, സച്ചിൻ അടിച്ച് പരപ്പുറത്തേറ്റ്. അതിന്റെ തൊട്ടുമുമ്പത്തെ കളിയിൽ സച്ചിൻ ഔട്ടാക്കിയപ്പോൾ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ട് പോയി പ്രാക്ടീസ് ചെയ്തപ്പോൾ ഷോയബ് അക്തറിനെയാണെന്നുണ്ടെങ്കിലും പുള്ളി അങ്ങനത്തെ ബോളുകൾ പിന്നെ പോയി ഡ്രിൽസ് ചെയ്ത് അതാണ് ഈ പറയുന്ന ക്രിക്കറ്റ് ഗോഡ്. അല്ലെങ്കിൽ അത്രയും കരിയർ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പോയതിൻ്റെയാണ്.
ആരായിരുന്നു അന്നത്തെ ഒരു ഇഷ്ടതാരം? സച്ചിൻ തന്നെയായിരുന്നു. സച്ചിൻ തന്നെയായിരുന്നു. സച്ചിൻ എന്നൊക്കെ പറയുന്ന പരിപാടി. അതുപോലെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പം സൗരവ് ഗാംഗുലിയുടെ ക്യാപ്റ്റൻസി, അപ്പൊ അതായിരിക്കും ഒരുപക്ഷെ അസറുദ്ദീന്റെ ക്യാപ്റ്റൻസി കഴിഞ്ഞു. കോഴ വിവാദം ഷാർജ ടൂർണമെന്റ് ജേഴ്സി അഴിച്ചിട്ട് അത് ലോർഡ്സിലാണ് നാറ്റ്വസ് ട്രോഫി. അതൊക്കെ ഓർമ്മയുണ്ട്. ഒരു ക്യാപ്റ്റൻസി ഷിഫ്റ്റ്, സൗരവ് ഗാംഗുലി വന്നു, ധോണി വന്നു, കോഹ്ലി വന്നു, സച്ചിനും വന്നായിരുന്നു. സച്ചിൻ എടുക്കുക വന്നിരുന്നു. അപ്പൊ 90s കൂടുതലും അസറുദ്ദീന്റെ ക്യാപ്റ്റൻസി ആയിരുന്നു. ആ ഒരു സമയമൊക്കെ ഓർമ്മയുണ്ടോ നാട്ടിലുള്ള? ആ സമയത്ത് നമ്മുടെ അവിടെ ഈ അസറുദ്ദീന്റെ പോലെ ബാറ്റ് ചെയ്യുന്ന ടീമാണ്, കോളറൊക്കെ ഇട്ടിട്ട് അതുപോലെ കളിക്കുന്ന ടീമുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, അവരുടെ പേരും ഇപ്പൊ ഓർക്കണില്ല. ചെറുപ്പത്തിൽ അന്ന് കണ്ട ടീമുകളാണ്. അതായത് ഞാൻ മമ്മിയുടെ വീട്ടിലൊക്കെ വെക്കേഷന് പോകുമ്പോൾ അവിടെ അടുത്തുള്ള ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുമായിരുന്നു. എല്ലായിടത്തും കൊച്ചി ഫുള്ള് കിടന്ന് ഗ്രൗണ്ടിൽ കിടന്ന് അത്യാവശ്യം എല്ലാ ഗ്രൗണ്ടിലും. ഇന്നുള്ള ഗ്രൗണ്ടുകൾ അത്ര അവൈലബിൾ അല്ല. ഇന്നിപ്പോൾ ടർഫുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പണ്ട് ഈ പറയുന്ന വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കസിൻസിൻ്റെ കൂടെ എവിടെയെങ്കിലും ഗ്രൗണ്ടിൽ പോയി കളിക്കുക, അങ്ങനത്തെ പരിപാടി. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു പയ്യൻ ഈ കോളറൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്ത് ബാറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ. അസറുദ്ദീൻ സ്റ്റൈലിലൊക്കെ. സച്ചിന്റെ സ്റ്റൈലും അനുകരിക്കാറുണ്ടായിരിക്കും അല്ലേ? ഉണ്ട്, കുറെ പേര് അങ്ങനത്തെ ഉണ്ട്. സച്ചിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡ്. അവരുടെയൊക്കെ ഒരു മാനറിസം അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ഒക്കെ ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ ലോർഡ്സിൽ പറഞ്ഞു മറ്റേ സൗരവ് ഗാംഗുലി ജേഴ്സി ഊരിയിട്ടുള്ള ആ സമയമൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്, ഏകദേശം ഓർമ്മയുണ്ട്. എനിക്ക് ഇത് സാധനം ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് CCL ആണ് കളിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് മോഹൻലാൽ ക്യാപ്റ്റനായ സമയത്ത് ഇല്ല, ആ സമയത്ത് ഞാൻ കളിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ സെലക്ഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ സെന്റ് പോൾസ് ഗ്രൗണ്ടിലായിരുന്നു സെലക്ഷൻ നടന്നിരുന്നത്. അന്ന് ഞാൻ ബൈക്കിൽ നിന്ന് ബൈക്ക് സ്റ്റാൻഡിലേക്ക് വെക്കുന്ന സമയത്ത് ഒന്ന് സ്ലിപ്പായിട്ട് എൻ്റെ നഖം പൊളിഞ്ഞിട്ട് കാലിങ്ങനെ മറ്റേ കെട്ടി വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താ സംബന്ധിച്ച് ഞാനന്ന് മലർവാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോൾ ഇപ്പം നല്ല 3 പടമോ 4 പടം എന്തോ ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം അന്ന് നടന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ബാക്ക് ഇൻ 2022 ഞാൻ ടീമിൽ കയറുന്നു. ചാക്കോച്ചൻ ക്യാപ്റ്റൻ. പക്ഷെ അന്ന് എനിക്ക് കളിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ഡേറ്റ്സ് അനുസരിച്ച്, ഷൂട്ടിൻ്റെ ഡേറ്റ്സിനനുസരിച്ചിട്ടായിരുന്നു പരിപാടികൾ. പക്ഷേ അവസാന നിമിഷമായപ്പോൾ ഐറ്റിനറിയും പരിപാടികളൊക്കെ മാറി. എന്താ പറയുക, ഇത് വളരെ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു ആദ്യം മാച്ചസ് പറഞ്ഞിരുന്നത്. വളരെ ദൂരെ പല സ്ഥലങ്ങളിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ പോയി വരുന്ന ഇത് പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ഡേറ്റ്സ് കൊടുത്തേക്കാണ്. ഷൂട്ട് ഡേറ്റ്സ് കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ക്രിക്കറ്റ് ആദ്യം സിനിമയാണല്ലോ നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരുടെയും ഡേറ്റ്സ് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അന്ന് കളിക്കാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. ടീമിന് വേണ്ടി ഫസ്റ്റ് 4 അടിച്ചത് ഞാനാണ്. ആ സമയത്ത് സച്ചിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇത് പ്രേമത്തിൽ പറയുന്നുണ്ടല്ലോ, ഷറഫ് പറയുന്നുണ്ടല്ലോ, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ആ സീനിൽ ഞാനും ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര റാസൽ കൈമല വലിയ വീട്ടിൽ നിന്ന് പറയുന്നതിന് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഷറഫ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ബാറ്റ് ഇതൊക്കെ ആയിട്ട് വരുന്നത് സെന്റ് മേരീസിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. നമ്മൾ സെന്റ് മേരീസ് എന്ന് പറയുന്ന സ്കൂള് ആലുവയിലുള്ള സ്കൂളാണ്. അവിടെ കിച്ചൊക്കെ പഠിച്ചവിടെ. എല്ലാവരും ഒന്നിച്ചിട്ടാണ് 2011 വേൾഡ് കപ്പും കണ്ടത് അല്ലേ? അതെ. അപ്പൊ ഇതെല്ലാം കണക്ഷൻ ഉണ്ട്, സിനിമയായിട്ടും കണക്ഷൻ ഉണ്ട്. നമ്മുടെ ലൈഫിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ. നമ്മൾ ടൂർണമെന്റ് കളിക്കാനായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ബൗണ്ടറി അടിച്ചു. ഇത് CCLന്റെ കഴിഞ്ഞ ലാസ്റ്റ് CCL ഫസ്റ്റ് മാച്ച് മുംബൈ ആയിട്ടായിരുന്നു. ഹൃദേശ് ദേശ്മുഖ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ടീമിന് വേണ്ടി ഫസ്റ്റ് ബൗണ്ടറി 4 അടിക്കുന്നത് ഞാനാണ്. സ്ട്രൈറ്റ് ഡ്രൈവ് ആയിരുന്നു. ഓപ്പണറായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാറ്റഗറി ഉണ്ട്. A കാറ്റഗറി ഉള്ളൊരു ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ട്. ആദ്യത്തെ 4 പ്ലേയേഴ്സ് ബാറ്റ്സ്മാൻമാർ ഇറങ്ങുന്നത് A കാറ്റഗറി ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് B കാറ്റഗറിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസും പരിപാടികളും CCLനുണ്ട്. പിന്നെ 10 ഫോർമാറ്റ് ആയിരുന്നു. 10 ഇന്നിങ്സ് അങ്ങനത്തേതായിരുന്നു. 2 ഇന്നിങ്സ് രണ്ടിതായിട്ടായിരുന്നു. 10 അങ്ങനത്തെ. CCL എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ മനസ്സിൽ രാജീവ് പിള്ളയുടെ പേര്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര രസം. എനിക്ക് CCL ഇഷ്ടമുള്ളത് നമ്മളൊരു ബോയ്സ് ഗാങ് ഒരുമിച്ച് കളിക്കാൻ പോകുന്നു. ഭയങ്കര രസമല്ലേ, ഒരു ട്രിപ്പ് പോലെ.
മാച്ച് കളിക്കാൻ രാജീവിലാണ് ടീമിലൊരു സ്റ്റാർ പ്ലെയർ സ്റ്റാർ പ്ലെയർ ആണ് അത്. കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട്. പിന്നെ പുള്ളി ഒരുപാട് കളിച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പം സിനിമയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു സ്പോർട്സ് താരത്തിൻ്റെ ലൈഫ് അങ്ങനെ പറയുന്ന സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പം നമുക്ക് തന്നെ തോന്നൂലേ അപ്പോൾ ഇയാളുടെ ലൈഫിൽ എനിക്ക് സിനിമയാവുകയാണെങ്കിൽ നായകനായിട്ടുണ്ടെങ്കിൽ നന്നായനെന്ന് തോന്നുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരിടയ്ക്ക് തന്നെ നമ്മുടെ അരുൺ ഒരു സ്പോർട്സ് മൂവി ഫുട്ബോൾ ബേസ്ഡ് അരുൺ ഗോപി ഫുട്ബോൾ ബേസ്ഡ് മൂവി ചെയ്യാനായിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നടന്നില്ല. എന്നെ അതുപോലെ ജിമ്മി ജോർജിൻ്റെ നമ്മുടെ വോളിബോൾ പ്ലെയർ പുള്ളിയുടെ ഒരു ബയോപിക് പരിപാടിയൊക്കെ ആയിട്ടൊരു പയ്യൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഫർദർ പ്രൊസീഡിങ്സ് നടപടിയായില്ല. എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു റൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ. അപ്പം അതിൻ്റെതായതുകൊണ്ട് ഇങ്ങനെ അതും ഇങ്ങനെ ഒന്ന് പോസ് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്പോർട്സ് മൂവീസ് ഇഷ്ടപ്പെട്ട സ്പോർട്സ് മൂവീസ് ഏതൊക്കെയാണ്? ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ സ്പോർട്സ് മൂവീസ് വളരെ കുറവാണ്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചക് ദേ ഇന്ത്യ നല്ലൊരു തിയേറ്ററിൽ കണ്ടൊരു ഗൂസ് പരിപാടിയൊക്കെ കിട്ടിയൊരു മൂവിയായിരുന്നു. റീസെൻ്റ്ലി അങ്ങനെ മൈതാൻ കണ്ടായിരുന്നു. മൈതാൻ കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. പിന്നെ പെലെ ഇത് കണ്ടിട്ടുണ്ട്. അടിപൊളിയാണല്ലോ. അങ്ങനത്തെ കുറേ മൂവീസ് ഉണ്ട്. ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സിനിമകളാണല്ലോ. അവരെവിടെ നിന്ന് എങ്ങനെ തുടങ്ങി എങ്ങനെ എത്തി എന്നൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അവരുടെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ജേണി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടികളാണ്. ഇപ്പോൾ സ്പോർട്സ് വഴി ഇപ്പം സിനിമയിലുള്ള സൗഹൃദമല്ല, നമ്മളിപ്പോൾ നമ്മൾ തന്നെ പല സ്ഥലത്തും ഇങ്ങനെ കളിക്കാനൊക്കെ പോയിട്ടുള്ളൊരു പരിചയം ഉണ്ടാവുമല്ലോ. ആ സ്പോർട്സ് വഴി ഒരുപാട് സൗഹൃദം ഉണ്ടാകുന്നൊരു മേഖലയാണ് കളി മേഖല ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സൗഹൃദം സച്ചിൻ ബേബിനെ അറിയാം. അങ്ങനെ പരിചയമുണ്ട്. കാരണം അവൻ എൻ്റെ ഒരു കട്ടൻ കാപ്പി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ട്. ഞാൻ നേരം കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു ഷോർട്ട് ഫിലിമാണ്. ഭയങ്കര ഹിറ്റായിട്ടുള്ള ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ റൈറ്ററുണ്ട് അജ്മൽ ബെന്നുണ്ട്. എൻ്റെ സുഹൃത്തായിരുന്നു സച്ചിൻ ബേബി. അപ്പോൾ അവനവിടെ ആ ഷൂട്ടിൻ്റെ ടൈമിലൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ ക്രിക്കറ്ററും പരിപാടിയൊക്കെ ആയി. അതെ, അവൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അല്ലാതെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവൻ പറയണം, ചേട്ടാ ഞാനിങ്ങനെ ഇവിടെ ആ ഷൂട്ടിൻ്റെ ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ചേട്ടനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എടാ എന്നുള്ളത് ഓർമ്മ വരുന്നത്. നമ്മളിപ്പോൾ ഈ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്തൊക്കെ അല്ലെങ്കിൽ ഈ സമയത്ത് ആണെങ്കിലും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന CCF-ലും CCL-ലൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു ബൗണ്ടറി അടിച്ച കാര്യം പറഞ്ഞു. അതുപോലെ ആ ദിവസം മൊത്തം ഓർമ്മയിൽ സ്വപ്നത്തിലൊക്കെ ഈ ബൗണ്ടറി വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ബൗണ്ടറി? ഇപ്പൊ നമ്മളൊരു ബൗണ്ടറി അടിച്ചു, അല്ലെങ്കിൽ ഒരു വിക്കറ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു 6 അടിച്ച് ടീമിനെ ജയിപ്പിച്ചു. ഇപ്പൊ നമ്മുടെ ഞാൻ ഈ ഷാർജയിൽ കളിക്കാൻ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ബോളിൽ ഔട്ടാവരുതേ എന്നുള്ളതായിരുന്നു മനസ്സിൽ. ഗോൾഡൻ ഡക്ക് ആവരുതേ എന്നുള്ളതായിരുന്നു മനസ്സിലുള്ള സാധനം. ബോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രൊഫഷണൽ വേയിൽ ഷാർജ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വലിയ സ്റ്റേഡിയം. ഞാൻ പറഞ്ഞില്ല, ഈ വാഴത്തോട്ടത്തിലൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്ന് ഞാനാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ അത്ര ആൾക്കാർ ക്രൗഡും ഉണ്ട്. വേറൊരു ഫീലാണ് അവിടെ നിന്ന്. എല്ലാവരും ഒരേ രീതിയിൽ യൂണിഫോമൊക്കെ ചെയ്ത് ഒരേ ജേഴ്സിയും ഒരു ടീമായിട്ട് നിന്ന് പ്ലേ ചെയ്യുന്ന പരിപാടിയും സാധനമൊക്കെ വേറൊരു ഫീലാണ് അതിൻ്റെ. സ്ട്രൈറ്റ് ആയിരുന്നു. അതിനേരം നിന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ആവേശമാണ്. അന്നേ ചുമ്മാ അടിച്ച് ഔട്ടായി പോണ പരിപാടിയും LBW ആണ്. ഏറ്റവും കൂടുതൽ LBW ആണ് ഞാൻ ആവാറ്. കാരണം എനിക്കത് ഇപ്പോഴാണ് കുറച്ചും കൂടി LBW പരിപാടിയൊക്കെ ഒന്ന് മനസ്സിലായി തുടങ്ങിയതും. ഞാൻ കോവിഡിൻ്റെ ടൈമിൽ ഞങ്ങളെല്ലാവരും കളമശ്ശേരിയിൽ ടർഫ് എടുത്തിട്ട് നിവിനും എല്ലാവരും ഷർഫ് ഉണ്ടാവും, ശബരി ഉണ്ടാവും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അന്ന് സദ്ദാം എന്ന് പറഞ്ഞിട്ടൊരു ശബരിയുടെ ഫ്രണ്ട് വരുന്നു. സദ്ദാമിനെ അറിയാലോ? കാക്കനാട്. അപ്പോൾ സദ്ദാം വരുമായിരുന്നു. അന്ന് നമ്മൾ ഇച്ചിരി സോഫ്റ്റ് ടെന്നീസിലാണ് കളിക്കുന്നത്. അപ്പോൾ അന്ന് കളിക്കുന്ന സമയത്ത് സദ്ദാം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ വാ നമുക്ക് പ്രൊഫഷണൽ ക്രിക്കറ്റിൽ കളിക്കാം, ഈ പറഞ്ഞ സ്റ്റിച്ച് ബോളിൽ കളിക്കാം, ക്രിക്കറ്റ് ബോളിൽ കളിക്കാം. ലൈക്ക് ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ശബരി ചേട്ടനും ഷർഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷർഫും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഇല്ലടാ, എനിക്ക് പേടി, എനിക്ക് ഭയങ്കര ഡാർക്കായിരുന്നു ഈ ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഇഞ്ചുറീസും പരിപാടികളും സംഭവിച്ചിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും
ഷിനോസ് ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നതാണ്, ഷിനോസ് റഹ്മാൻ സ്കൂൾ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു. ഞാൻ സെലക്ഷനൊക്കെ പോയിട്ടുണ്ട്, എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അന്ന് ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് ബോള് അന്ന് നമുക്ക് ഈ സെലക്ഷനൊക്കെ തരുന്നത് കോർക്ക് ബോളാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് പുട്ടൊക്കെ പോലെയായിരുന്നു നമുക്ക് ആ ബോള് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട്. അപ്പം അന്ന് സെലക്ഷനൊക്കെ പോയിട്ട് സെലക്ഷൻ ഒന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷെ അവിടെ വീട്ടിൽ സപ്പോർട്ട് സാധാരണ നമ്മളിപ്പം കളിക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പാരന്റിങ് ഉണ്ട്. പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു, നല്ല അടിയായിരുന്നു, നല്ല അടിയായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ചൂരലിന് എന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട്, ഗേറ്റ് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ഞാൻ അതായത് പപ്പ മമ്മിയായിരിക്കും ഈവനിങ് ഒക്കെ കടയിൽ നിൽക്കുന്നത്. പപ്പ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നൈസായിട്ട് ബാക്കിൽ വഴിയുണ്ട്, ആ വഴി ചാടി എൻ്റെ അടുത്ത് പഠിക്കാനിരുന്ന് ഇരിക്കാൻ പറയാം. ഞാൻ ബാക്ക് വഴിയൊക്കെ നൈസായിട്ട് ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിച്ചിട്ട് പപ്പ വരുന്നതിന് മുമ്പ് നൈസായിട്ട് കയറാൻ നോക്കും. പക്ഷെ അങ്ങനെ എന്നെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ പിടിച്ച് ഓടിച്ചിട്ടുണ്ട്, വീടിൻ്റെ ചുറ്റും ഓടിച്ചിട്ടുണ്ട് പപ്പ. അപ്പോൾ ഭയങ്കര പഠിക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഭയങ്കര, കാരണം നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇവനൊക്കെ രക്ഷപ്പെട്ടാലേ പുള്ളിക്കൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. അതെ അതെ, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം അതിനോട് ഇവനെ എന്നെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് എനിക്കൊന്നും ബുക്സ് ഇല്ല, ടെക്സ്റ്റ് ബുക്സും സംഭവങ്ങളില്ല. എൻ്റെ കസിൻസിൻ്റെ അല്ലെങ്കിൽ വീടിനടുത്തുള്ള കുട്ടികളുടെ, നമ്മുടെ സീനിയർ, ഒരു വർഷം സീനിയറായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ബുക്സൊക്കെ നമുക്ക് കിട്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചില്ലെങ്കിൽ ഈ ബുക്സൊക്കെ പോകും. അപ്പം ആദ്യമേ തന്നെ പറഞ്ഞു ഏൽപ്പിക്കണമല്ലോ. അതായത് തോക്കുമെന്നുള്ള പ്രതീക്ഷ, തോക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത് കഴിയും. പക്ഷേ ആരെങ്കിലൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകും. നമുക്ക് ഈ പറഞ്ഞ വർഷം സ്കൂൾ ഫീസ് ഉണ്ട്, ഇതൊന്നും അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു ഫാമിലി അല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നു. ലൈക്ക് അപ്പൂപ്പനൊക്കെ ആയിട്ട് അത്യാവശ്യം റിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി അടിച്ച് ഫിറ്റായി നല്ല കുറേ കാശ് പോയി എന്നുള്ളതാണ് കേട്ടേക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ സ്കൂളിൽ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ തറയിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. നമുക്ക് അഭിമാനം വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ലല്ലോ, നമ്മൾ പറയില്ലല്ലോ, ഇങ്ങനെ കിട്ടാത്തതൊന്നും പറയില്ലല്ലോ, വാങ്ങിച്ചില്ല എന്നുള്ളൊരു പരിപാടിയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് സ്കൂളിൽ തറയിലിരിക്കുന്ന പരിപാടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് വലുതാക്കിയിട്ട് വേണം പുള്ളിക്കൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ പുള്ളി ഞാൻ +1 ആയപ്പോഴത്തേക്കും റെസ്റ്റ് ഇൻ പീസായി, റെസ്റ്റ് എടുത്ത് പുള്ളി. അപ്പോൾ ഈ പറഞ്ഞ പോലെ പഠിപ്പിച്ച് ഒന്ന് വൃത്തിയായിട്ടൊക്കെ എടുക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ ഈ ഫുൾ ടൈം ഗ്രൗണ്ടിലാണ്. ഈ പപ്പ പോകുന്ന ഗ്യാപ്പിൽ ഞാൻ ചാടും ഈവനിങ് ഇരുട്ടുന്നതിന് മുമ്പ് കളിയൊക്കെ. പക്ഷെ നമ്മൾ ഈ കളിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴും നമ്മൾ ഈ ടൈം, അന്ന് വാച്ചോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ, നമ്മൾ വാച്ച് കിട്ടിയിട്ടൊന്നുമല്ലോ കളിക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല. വീട്ടിലൊരു ക്ലോക്ക് ഉണ്ടെങ്കിൽ അതെന്ന് പറയാം. മൊബൈൽ ഫോണിൽ ഒന്നുമില്ല, സമയം നോക്കുന്നത് നമ്മൾ ഇരുട്ടാവാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇരുട്ടായാലും മറ്റേ സൂര്യൻ ഇച്ചിരിയും കൂടി വെളിച്ചം നിൽക്കുന്ന രീതിയിൽ വരെ നമ്മളിങ്ങനെ കളിച്ച് ആവേശത്തിൽ ഇങ്ങനെ നിന്നു പോകും. പക്ഷെ ടൈം പോകും, തിരിച്ചെത്തുമ്പോൾ ആള് വീട്ടിലുണ്ടാവും. എന്നെ വീടിന് ചുറ്റും ഓടിച്ചിട്ടുണ്ട്, സോഡാ കുപ്പി എടുത്ത് ഓടിച്ചിട്ടുണ്ട് കടയിൽ. എന്നിട്ട് അവസാനം എന്നെ കിട്ടിയില്ല. ഞാൻ ബാത്റൂമിൽ കയറി വാതിലടച്ച് വാതിലിൽ മുട്ടി. ബാത്റൂമിൻ്റെ ഡോറ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ബാത്റൂമിൽ പോകാൻ പറ്റില്ല. എന്നെ പുള്ളി ബാത്റൂം പൊളിച്ചില്ല. പക്ഷെ എൻ്റെ പ്രാവും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പ്രാവിനെ വളർത്തുന്നുണ്ടായിരുന്നു. പ്രാവും കൂടെ ഒക്കെ എടുത്ത് പൊളിച്ച് കാട്ടിക്കളഞ്ഞു. അത് ദേഷ്യം അവിടെ തീർത്തായിരുന്നു. അങ്ങനെയൊക്കെ കുറേ അടിയിട്ടിരുന്നു. അതുപോലത്തെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. എനിക്കൊന്ന് ഇപ്പോഴാണ് കുറച്ചുകൂടി കളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റുന്നത്. ഇപ്പോഴാണ്, ഇപ്പം പിന്നെ അടിക്കാൻ പറ്റില്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് നമ്മളിപ്പോൾ വേറൊരു പ്രൊഫഷണലാണ്. ഞാൻ പഠിച്ചത് നേഴ്സിംഗാണ് പഠിച്ചതെങ്കിലും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പാഷൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡ്രീം ഡിസ്കവർ ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ നമുക്കൊരു സിനിമയിലേക്ക് വന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CCL എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയത്. പേഴ്സണലി എനിക്ക് ക്രിക്കറ്റും ഫുട്ബോളും എനിക്ക് സ്പോർട്സ് വൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വൈ നോട്ട് എന്നുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ ഞാൻ സദാമിൻ്റെ അടുത്ത് ഡ്രിൽസും പ്രാക്ടീസൊക്കെ ചെയ്യാനായിട്ട് പോയി. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് അച്ചടക്കമൊക്കെ വന്നു തോന്നുന്നു. ഇപ്പോൾ ക്രിക്കറ്റ് ഇപ്പം നിവിനൊക്കെ ഉണ്ടായിരുന്നു. നിവിൻ ഉണ്ടായിരുന്നു. ലൈക്ക് സ്പോർട്സിന് കണക്ട് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയാം, സിനിമയുടെ കാര്യം. ഞങ്ങളുടെ ഫസ്റ്റ് ഓഡീഷൻ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയുടെ ഓഡീഷൻ അൽഫോൺസ് വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ അയക്കുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് എനിക്ക് നിവിനും റിപ്ലൈ വന്നു, അതായത് നമ്മൾ ലീനായിട്ട് ഫിറ്റായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് കോളേജൊക്കെ കഴിഞ്ഞ്
എന്ത് ചെയ്യണം എന്നറിയാതെ, അതായത് സിനിമ ശ്രമം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്, ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നൊരു പരിപാടി പോയിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് കൂട്ടുകാരൊരുമിച്ച് കൂടും, സംസാരിച്ചിരിക്കും, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പം അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്തത് ഇതാണ്. ഓഡിഷന് വേണ്ടി ഫോട്ടോസ് അയച്ചു. അപ്പം അന്ന് ഇച്ചിരി ബൾക്കാണ്, ഞങ്ങൾ രണ്ടും ഇച്ചിരി ബൾക്കാണ്. അന്ന് കോളേജൊക്കെ കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് ചെറിയ വെള്ളടി പരിപാടി അങ്ങനെ ഇടയ്ക്കൊക്കെ കൂടുതലുണ്ടാവുമല്ലോ വീടൊക്കെ അടുത്തടുത്താണ്. അടുത്തടുത്ത്. അപ്പോൾ അങ്ങനെ ഇച്ചിരി ബൾക്കി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റിപ്ലൈ വിനീതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ലീനായിട്ടിരിക്കണം എന്നുള്ളൊരു പരിപാടി ആയിരുന്നപ്പോൾ ഞാനവിടെ ആലുവ സബ് ജയിൽ ഗ്രൗണ്ട് ഉണ്ട്, അവിടുത്തെ മെയിൻ ഗ്രൗണ്ടാണ്, അവിടെ ടൂർണമെൻറ്റ്സും പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടെ ഞാൻ കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കുറേ ഫ്രണ്ട്സുണ്ട്, ഞാനവിടെ ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. അങ്ങനെ നിവിനെ എന്തായാലും വണ്ണം കുറയ്ക്കണമല്ലോ, ലീനാവണം. അപ്പോൾ ഞാനും നിവിനെ വിളിച്ചിട്ട്, നിവിനവിടെ കളിക്കാൻ വരാറില്ല, അപ്പോൾ ഞാനും അവനെ വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി. അങ്ങനെ ഒരു ദിവസം കളിച്ച് കാലൊടിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നത്. കാലൊടിഞ്ഞായിരുന്നു അന്ന്. ആവേശം മൂത്ത് ഫുട്ബോൾ കളിക്കാൻ, ഫുട്ബോൾ ഗോൾ അടിക്കാനായിട്ട് ആവേശം മൂത്ത് ഗോളിയുടെ കയ്യിൽ നിന്ന് വട്ടം വെട്ട് കിട്ടി, അങ്ങനെ കാലൊടിഞ്ഞു. അങ്ങനെ കാലൊടിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓഡീഷന് വേണ്ടി വിളിക്കുന്നത്. ഓഡീഷന് ചെല്ലുന്ന സമയത്ത് അല്ലല്ല, എറണാകുളത്ത് പാലാരിവട്ടത്തൊരു സ്റ്റുഡിയോയിലായിരുന്നു. അപ്പം ഞങ്ങൾ വിളിക്കുന്നു, അപ്പം ഞങ്ങൾ രണ്ടുപേരും പോകുന്നു. അപ്പം നിവിൻ ഈ കാലൊടിഞ്ഞ കാരണം വീട്ടിലിരുന്ന് ബിയേർഡ് താടി വളർന്ന് അങ്ങനത്തെ ഒരു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പം അങ്ങനെ ഓഡീഷന് ചെന്ന് കഴിഞ്ഞപ്പോൾ നിവിൻ എനിക്ക് വിനീത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് താടിയുള്ള ഒരാൾ വേണം എന്നുള്ള പ്രകാശന് വേണ്ടിയിട്ടുള്ള നോട്ടത്തിലായിരുന്നു. അങ്ങനെയാണ് നിവിൻ ഓഡീഷന് ചെല്ലുമ്പോൾ താടിയൊക്കെ വെച്ച് കറക്റ്റ് താടിയൊക്കെ വെച്ച് നമ്മുടെ അവൻ്റെ കസിൻ ധീരജ്, ഇപ്പോൾ സിനിമയിലുള്ള ധീരജ് ഡെന്നിയുണ്ടല്ലോ, അപ്പോൾ അവനുണ്ട്, എൻ്റെ ഫ്രണ്ട് മജു ഉണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങനെ ഓഡീഷന് പോകുന്നത്. അങ്ങനെയാണ് ഈ താടി ഉള്ള പരിപാടിയിലാണ് അനുഗ്രഹം. അവനെ കൊണ്ട് ഓഡിഷൻ ചെയ്യിപ്പിച്ചിട്ടോ. കാലൊടിഞ്ഞെന്ന് വിചാരിച്ചു വിനീത് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടൊന്നുമില്ല അവിടെ. പക്ഷെ താടി ഒരു ഇതായിരുന്നു, ഫാക്ടറായിരുന്നു. കാലൊടിഞ്ഞായിരുന്നു വീട്ടിലിരുന്ന് താടി വളർത്തിയായിരുന്നു. ഓഡീഷൻ ആയോ എന്ന് വിചാരിച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു, താടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയത്. കാരണം നന്നായത്. അപ്പോൾ അതാണ് സിനിമയായിട്ട് ഞാൻ ഫുട്ബോളിൻ്റെ ഇത് കണക്ട് ചെയ്തത്. ഞാനവിടെ സബ് ജയിൽ ഗ്രൗണ്ടിൽ മിക്കപ്പോഴും ഫുട്ബോൾ കളിക്കാനായിട്ട് പോകാറുണ്ടായിരുന്നു. അതുപോലെ സിനിമയിൽ നല്ല കളിക്കാർ, നല്ല പ്ലേയേഴ്സ് ആരൊക്കെയാണ്? എനിക്ക് ക്രിക്കറ്റിൽ എനിക്ക് അർജുൻ നന്ദകുമാർ. നമ്മളിപ്പോൾ സ്പോർട്സിലാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സ്പോർട്സിൽ. എനിക്കൊന്നും യാതൊരു രീതിയിലുള്ള കൺസിസ്റ്റൻസി ഇല്ല. ഇപ്പോഴാണ് അച്ചടക്കം വരുന്നത്. ഇപ്പോൾ അർജുൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കുമ്പോഴും ലൈക്ക് എനിക്ക് പേഴ്സണലി ക്രിക്കറ്റിലേക്ക് CCLലേക്ക് വന്നു കഴിയുമ്പോൾ അർജുൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. അത്രയും വിവരമുണ്ട്, അത്രയും വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇയാൾക്ക് കളി അറിയാമെന്നുള്ള മനസ്സിലാവും. ഗ്രൗണ്ടിൽ അയാൾ അത് കാണിക്കാറുണ്ട്. അപ്പോൾ അർജുൻ നന്നായിട്ട് കളിക്കുന്നു. ഓഫ് കോഴ്സ് രാജീവ് ഉഗ്രം പ്ലെയറാണ്. അപ്പോൾ ഇവരൊക്കെ എന്താ പറയുക, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്. ഞാൻ അർജുൻ്റെ കൂടെയാണ് ഓപ്പണറായിട്ട് ഇറങ്ങുന്നത്. ഒരു എക്സ്പീരിയൻസ് പ്ലെയർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ എന്താണ് പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? പുതിയ ഇപ്പോൾ പ്രൊജക്റ്റുകൾ ഇപ്പോൾ VKPയുടെ മൂവിൻ്റെ VK പ്രകാശ് അദ്ദേഹത്തിൻ്റെ ഒരു മൂവി ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ അഭിലാഷ് നായർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മൂവിയുണ്ട്. ഇത് രണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി വഴിയെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതെ, അഭിലാഷ് നായർ ചെയ്യുന്ന മൂവിയുടെ ഒരു ഡോസ് എന്നാണ്, ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന പരിപാടിയാണ്. VKP ചെയ്യുന്ന മൂവിയും ത്രില്ലർ ജോണറിൽ വരുന്നതാണ്. ബാംഗ്ലൂർ ഹൈ എന്നാണ് പേരിട്ടാണ്. ഞാനും ഷൈൻ ടോമൊക്കെ ആയിട്ട് ഒരുമിച്ച് അഭിനയിക്കാം. ഞാനും ഷൈനൊക്കെ തേർഡ് വേൾഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ്. ഇതുപോലെ നമ്മളിപ്പോൾ കുറേ പേരുടെ പേര് പറഞ്ഞു, സച്ചിൻ, ഗാംഗുലി, ഇവരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് TV ഒരു സമയം ഉണ്ടായിരുന്നു. ഇവരെ നേരിട്ട് കണ്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സച്ചിൻ, ഗാംഗുലി മാത്രമല്ല സ്പോർട്സ് താരങ്ങൾ ഇവരാരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ആകെ സച്ചിൻ ബേബിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സഞ്ജു സാംസണെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലില്ല, സ്റ്റേഡിയത്തിൽ ഞാൻ ഇതുവരെ ഒരു കളിയും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആകെ CCLൻ്റെ മാച്ച് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇവിടെ കൊച്ചിയിൽ നടന്നത്. അത് ഓളമായിരുന്നു. ഫസ്റ്റ് മാച്ച് ഇവിടെ മുംബൈക്കെതിരെയെന്ന് എനിക്ക് തോന്നുന്നു. നിവിനും രാജീവും ഒക്കെ നിന്നിട്ട് നല്ല ഗെയിമായിരുന്നു. ആ കളി ജയിച്ചു. ആ ഗെയിം എനിക്ക് ഓർമ്മയുണ്ട്. എറണാകുളത്ത്
കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഞാൻ ഷറഫ് കിച്ചു എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ഫുള്ളായിരുന്നു. അന്ന് സ്റ്റേഡിയം ഭയങ്കര ഫുള്ളായിരുന്നു. അത്രയും കാണികളില്ല ഇപ്പോൾ CCL. ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണ് ഇല്ല. ഫുട്ബോൾ ഇല്ല കാണാറില്ല. ഇല്ല പോകാറില്ല. അപ്പൊ ഏതായാലും ഇത്രയും സമയം എന്തൊക്കെയോ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ചെറുപ്പം പോലെ ഈ ഗ്രൗണ്ടാണ് മെയിൻ. ഞാൻ പറഞ്ഞില്ല, വീട്, അത് കഴിഞ്ഞ് ഗ്രൗണ്ട്, അത് കഴിഞ്ഞുള്ളൂ പഠിത്തം. അങ്ങനെയായിരുന്നു പുള്ളി പരിപാടി. അപ്പോൾ ഏതായാലും ഇത്രയും സമയം നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് ഇതുപോലെ കളി ഓർമ്മകളും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ.